പരീക്ഷകൾ 2025 മാർച്ച് 3 ആരംഭിച്ച് മാർച്ച് 26 അവസാനിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതി. അതിൽ ആൺകുട്ടികൾ 2,17,696 പെൺകുട്ടികൾ 2,09,325 ആണ്. സർക്കാർ മേഖലയിൽ 1,42,298 വിദ്യാർത്ഥികളും എയ്ഡഡ് മേഖലയിൽ 2,55,092 വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് മേഖലയിൽ 29,631 വിദ്യാർത്ഥികളുമാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത്. ഇത്തവണ ഗൾഫ് മേഖലയിലെ 682 വിദ്യാർത്ഥികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ 8 കുട്ടികളും പരീക്ഷ എഴുതി. THSLC വിഭാഗത്തിൽ ഇത്തവണ 48 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 3057 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ ആൺകുട്ടികൾ 2815, പെൺകുട്ടികൾ 242. AHSLC വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രമാണുള്ളത്. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, കലാമണ്ഡലം, ചെറുതുരുത്തി എന്നിവിടങ്ങളിൽ 65 വിദ്യാർത്ഥികളും SSLC ഹിയറിംഗ് ഇംപേർഡ് വിഭാഗത്തിൽ 29 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 206 വിദ്യാർത്ഥികളും THSLC ഹിയറിംഗ് ഇംപേർഡ് വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രമാണുള്ളത്. അതിൽ 12 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു. മെയ് മാസം 9 വെള്ളിയാഴ്ച SLCയുടെ ഫലം പ്രഖ്യാപിക്കുന്നതാണ്. ഇനി ഗുണമേന്മ വിദ്യാഭ്യാസം, അത് വളരെ വിജയമായിരുന്നു. എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയൊക്കെ തന്നെ ഒരു വളരെ ആവശ്യം വന്നിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ അധ്യയന വർഷം 8ാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 30% കുറവായി സ്കോർ നേടിയ കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പ്ലസ് വഴി ശേഖരിച്ചു. 8ാം ക്ലാസ്സിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ 3,98,181 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇ ഗ്രേഡ് ലഭിച്ചവർ 86,309. ഇതിൽ ഈ ഗ്രേഡിന് മുകളിൽ ഒരു വിഷയത്തിലും നേടാത്തവർ 5,516. ഏപ്രിൽ 8 മുതൽ 24 വരെ അധിക പിന്തുണ ക്ലാസുകൾ നടത്തി. ചെറിയൊരു സമയം എടുത്താൽ നടത്തിയെങ്കിൽ തന്നെ അതൊരു വലിയൊരു വിജയം ആയിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ വന്നു. അപ്പോൾ ഇതിൽ തന്നെ അടുത്ത വർഷം കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഇന്ന് ഇപ്രാവശ്യം അത്ര വലിയ സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ടല്ലോ. അടുത്ത വർഷം കുറച്ചുകൂടെ വളരെ നല്ല സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ടി വരും. ഏപ്രിൽ 8 മുതൽ 24 വരെ അധിക പിന്തുണ ക്ലാസുകൾ നടത്തി. തുടർന്ന് 25 മുതൽ 30 വരെ പുനഃപരീക്ഷയാണ്. പരീക്ഷ റിസൾട്ട് മെയ് 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അടുത്ത വർഷം 5, 6, 7 ക്ലാസ്സുകളിൽ കൂടി മിനിമം സബ്ജക്റ്റ് മിനിമം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുകയും പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞതാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും 1ാം ക്ലാസ് കുട്ടികളെ പരീക്ഷ എഴുത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സ്ഥിതിയാണുള്ളത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം NCERT-യോട് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
NCERT രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കുന്നതിനുള്ള ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ദേശീയ തലത്തിൽ NCERTയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവടുപിടിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അരങ്ങേറിയത്. മതനിരപേക്ഷത എന്ന ഭരണഘടനാ ലക്ഷ്യത്തെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളാണിത്. കോവിഡിൻ്റെ മറവിൽ കുട്ടികളുടെ പഠനഭാരം കുറവാണെന്ന പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും വ്യാപകമായി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. ഗാന്ധി വധവും ഗുജറാത്ത് കലാപവും മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ളതും RSSൻ്റെ നിരോധനവും ഉൾപ്പെടെയാണ് അന്ന് വെട്ടിമാറ്റിയത്. ഇതിൻ്റെ തുടർച്ചയായി പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്നും മുഗൾ ഭരണാധികാരികളെ മാറ്റി പകരം അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളനുസരിച്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. 11-12 ക്ലാസ്സിലെ ഇത്തരം അക്കാദമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അഡീഷണൽ പുസ്തകങ്ങൾ പുറത്തിറക്കിയ അക്കാദമിക പ്രതിരോധം തീർത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ദേശീയ തലത്തിൽ ഇത്തരം അക്കാദമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ മെയ് മാസം 2-ന് ഡൽഹിയിൽ വെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ ഡയറക്ടർ, NCERTയുടെ ഡയറക്ടർ, SSK ഡയറക്ടർ, ഇത്രയും പേർ ആ യോഗത്തിൽ പങ്കെടുത്ത് കേരളത്തിന് ന്യായമായി കിട്ടേണ്ട കാശും കേരളത്തിൻ്റെ ആവശ്യങ്ങളും ആ യോഗത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാനത് പറഞ്ഞു, ഡൽഹി യാത്ര പറഞ്ഞു. സർക്കാർ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലമാറ്റം വർഷങ്ങളായി സങ്കീർണമായി തുടരുന്ന സാഹചര്യം നമുക്കറിയാം. 2024-25 വർഷം ട്രാൻസ്ഫർ നടന്നില്ല. ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റിൻ്റെ കൂടി മേൽനോട്ടത്തിൽ ഈ പ്രക്രിയ സമയബന്ധമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപേക്ഷ എണിച്ച് 2 ദിവസം കൊണ്ട് തന്നെ 2000 അപേക്ഷകൾ വന്നു കഴിഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മെയ് മാസത്തോടെ ഈ പ്രക്രിയ പൂർത്തീകരിക്കും. ആദ്യമായിട്ടാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. അധ്യാപകർക്കുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കാൻ പുതുതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ഹയർ സെക്കൻഡറി സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കൈറ്റ് CEO അംഗങ്ങളായ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നത് ജൂൺ 2, അങ്ങനെ ഒരു ദിവസം അന്ന് അവധിയാണ്, ജൂൺ 1-ാം തീയതി. പുതുക്കിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും മെയ് മാസം 13 മുതൽ 5 ദിവസം സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം നടത്തും. പുതുക്കിയ പാഠപുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂടാതെ സംസ്ഥാനം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ലഹരിവിരുദ്ധ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകും. അധ്യായ വർഷം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന വിവിധ ക്ലസ്റ്ററുകളിലും ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികളിൽ പരിശീലനം തുറന്ന് സംഘടിപ്പിക്കും. ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പ്രിൻസിപ്പാൾമാർക്കും സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കും ഈ വർഷം പരിശീലനം നൽകും. ഈ കുട്ടികളുടെ കായിക പഠനത്തിനും കലാപഠനത്തിനും ഓരോ പീരീഡ് ഇടാറുണ്ട്. പക്ഷേ ആ പീരീഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ആ പീരീഡ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താറില്ല. അടുത്ത വർഷം മുതൽ നിർബന്ധമായും അത് പ്രയോജനപ്പെടുത്തിയാലേ മതിയാവൂ. അത് നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം നൽകും. അടുത്ത സൂംബ നൃത്തം. ഇന്നലെ എൻ്റെ ഡ്രസ് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് മാറ്റിക്കൊണ്ടല്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടല്ല, ഡ്രസ് റിഹേഴ്സൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ഫൈനലിനൊന്നും പോലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ ബാല്യത്തിനും യുവത്വത്തിനുമൊപ്പം സർക്കാർ എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത പരിപാടിയിൽ സ്കൂൾ കുട്ടികളിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും ഇല്ലാതാക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി സമഗ്രമായ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടി സ്കൂളുകളിൽ നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. സ്കൂളുകളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ഒരു കായിക പ്രവർത്തനങ്ങളായ സൂംബ, എറോബിക്സ്,
യോഗ തുടങ്ങിയ കലാകായിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുന്ന അധ്യയന വർഷം വിപുലമായ രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഇതിൻ്റെ ആദ്യ പരിപാടിയായി ഈ മയക്കുമരുന്നിനും ലഹരിക്കും എതിരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ വൈകുന്നേരം 5 മണിക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. ആദ്യ പരിപാടിയായി തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ 1500ഓളം കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ സൂംബ ഡിസ്പ്ലേ ഏപ്രിൽ 30 വൈകിട്ട് 5 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2025-26 അധ്യയന വർഷത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയാണിത്. ഞാനത് സൂചിപ്പിച്ചു. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. കുട്ടികൾക്കെല്ലാം വലിയ ഉന്മേഷത്തിലാണ്. ഈ ഒരുപാട് വ്യാജ വാർത്തകളും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരികയാണ്. നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം അതിൽ ചെന്ന് പെടുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ LSS USS റിസൾട്ട് നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം വിളിച്ചത് ഇത് DGയുടെ ഓഫീസിലോ മന്ത്രി ഓഫീസിലോ വേറെ ഗവൺമെൻറ് ഓഫീസിലോ പത്രക്കാരുടെയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? ഈ ഉത്തർപ്രദേശ് ആസ്ഥാനമായ കേരളം ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് എന്ന വ്യാജ സ്ഥാപനം BPE കേരള എന്ന വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്ത് വിടുന്നുണ്ട്. ആർക്കുമാണ് ഇപ്പം എന്തും പറയാമെന്നുള്ള ഒരു മട്ടാണ്. ഈ സെറ്റ് അഡ്രസ്സ് രേഖപ്പെടുത്തിയത് LSS USS റിസൾട്ട് 27/4 പ്രസിദ്ധീകരിച്ചു എന്ന വാർത്ത നൽകിയാണ്. LSS US പരീക്ഷാഫലം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല. അത് തയ്യാറായി വരികയാണ്. ഉടനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ വ്യാജ വാർത്തയെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് മാധ്യമങ്ങളിലൂടെ ഒന്ന് വരണം, ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ അഡ്മിഷനും താമസിക്കാതെ റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ നടത്തി തീർക്കണമെന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിലവിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ, ടെക്നിക്കൽ സ്കൂളിലായി സയൻസിൽ 7220 ബാച്ചുകളും 3,60,557 സീറ്റുകളുമാണ് ലഭ്യമുള്ളത്. 2024-25 അധ്യയന വർഷത്തിൽ അനുവദിക്കപ്പെട്ട മാർജിനൽ സീറ്റുകളുടെ എണ്ണം 63,725 ഇതുകൂടി കണക്കിലെടുത്താൽ നിലവിൽ 4,24,282 സീറ്റുകൾ ആകെ ലഭ്യമാണ്. 2025 മാർച്ചിൽ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,021. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 28,358. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ്, 1,893. അപ്പോൾ ഇപ്പോൾ ഉള്ള സീറ്റ് വെച്ച് നോക്കുമ്പോൾ അത് കുട്ടികൾക്ക് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കഴിഞ്ഞ വർഷം പോലെയൊക്കെ താമസം വരാതെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും. കൃത്യസമയത്ത് തന്നെ ഈ വർഷം നമുക്ക് ക്ലാസ് തുടങ്ങാൻ കഴിയണം എന്നുള്ള നിലപാടാണ്. ഹയർ സെക്കൻഡറിയിലും ഈ ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേറെ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഈ എല്ലാം കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഒരു വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ടൈം ടേബിളുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരായിട്ട് നടത്തുന്നത്. അത് അടുത്ത ഇതിൽ പറയാം. അപ്പം നാളത്തെ ഈ സൂംബ പ്രോഗ്രാമിലുണ്ടല്ലോ ചില IAS ഓഫീസർമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആ പേരൊന്നും പറഞ്ഞ് പരസ്യപ്പെടുന്നില്ല. പിന്നെ
ഇപ്പം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 1000-ഓളം വരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ വളരെ സജീവമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഇത് സ്പോർട്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പീരീഡ് അത് സ്പോർട്സിന് തന്നെ ചെലവഴിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. അത് ചെയ്യാതെ അവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവില്ല, ചോദിക്കട്ടെ. ഡേറ്റ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ കുഴപ്പത്തിലായി പോകും. 2 പ്രാവശ്യം പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് പറഞ്ഞില്ലേ നമ്മൾ SLCയുടെ? ആ അതെ. അത് പറയാൻ പറ്റുമോ? 3 മണിക്ക് അദ്ദേഹത്തിന് കാണുന്നതിന് വേണ്ടിയുള്ള സമയം വിദ്യാഭ്യാസ മന്ത്രി, ഞങ്ങൾ ഇത്രയും പേര് പോകുന്നതിന് അദ്ദേഹത്തിനെ കണ്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. പിന്നെ ആ യോഗത്തിലും അവതരിപ്പിക്കാമല്ലോ നമുക്ക്. എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കുമല്ലോ. ഭരണഘടനാപരമായിട്ടും അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരവും നമുക്ക് കാശ് തരേണ്ടതാണ്. അവർ കാശ് തരില്ല എന്ന് എഴുതി തരുന്നില്ല. അത് അവർക്കറിയാം, അത് ബുദ്ധിമുട്ടാകുമെന്നറിയാം. അതുകൊണ്ടാണ്. PMCയുടെ തീരുമാനമായിട്ടില്ല. അത് ഒരു ഇപ്പോൾ ഈ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കിയിട്ടുള്ള ഇറക്കാൻ വേണ്ടി പോകുന്ന പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഉള്ള മാറ്റം ഇപ്പം കണ്ടല്ലോ. അപ്പം അതുപോലുള്ള നിരവധി സംശയങ്ങൾ നമുക്ക് തീർക്കാനുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, PMCയുടെ അടുത്ത അക്കാഡമിക് ഇയറോടുകൂടി അതിൻ്റെ കാലാവധി കഴിഞ്ഞു. നമുക്ക് PMC അല്ല ഏറ്റവും പ്രധാനം. SSKക്ക് കിട്ടേണ്ടത് 1500 കോടി രൂപയാണ്. 7000 പേർക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകത്തിൻ്റെ പ്രശ്നമുണ്ട്, കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, ട്രൈബ് കുട്ടികളുടെ യാത്രയുടെ പ്രശ്നമുണ്ട്. പ്രവേശനോത്സവം SSK ആണ് നടത്തുന്നത്. പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് SSKയുടെ ഈ ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നത്. അതെല്ലാം ഇപ്പോൾ ഒരു ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ കേരള ഗവൺമെൻറ് 1500 കോടി രൂപ എടുത്ത് തരാൻ വേണ്ടി പറ്റുമോ? ഇതിൻ്റെ ഒരു സംഘാടന സമിതി രൂപീകരണ യോഗം ഈ എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? അല്ല, കോർപ്പറേഷൻ ഓഫീസല്ല, നമ്മുടെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചാണ് നടന്നത്. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നൊരു സമിതി എടുത്തു. ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ളതിന് ഒന്നും തീരുമാനിച്ചിട്ടില്ല. സാധാരണ പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാം ഡൽഹിയാണ് തീരുമാനിച്ച് വരുന്നത്. അതിന് എന്തെങ്കിലും തീരുമാനിച്ച് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞങ്ങളാരും അല്ലല്ലോ ചെയ്യേണ്ടത്. അത് ഡൽഹിയിൽ നിന്നാണ് തീരുമാനിച്ച് വരേണ്ടത്. ആരൊക്കെയാണ് വേദിയിലിരിക്കണം, അതൊക്കെ ആരെയൊക്കെയാണ് ഇരുത്തേണ്ടത് സംബന്ധിച്ചിടത്തോളം. അത് മുഖ്യമന്ത്രിയല്ലേ അയക്കുന്നത്, ഞാനല്ലല്ലോ. ക്രെഡിറ്റ് അല്ലല്ലോ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അധ്വാനമാണല്ലോ കാണുന്നത്. അപ്പോൾ അടിച്ചെടുക്കേണ്ട ശ്രമമൊന്നുമില്ല, ഞങ്ങളുടെ തന്നെ. മുഖ്യമന്ത്രിയും കുടുംബവും ഞങ്ങളെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞ ദിവസം നോക്കിയല്ലോ, അവിടെയെല്ലാം എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ഒരു കുഞ്ഞായതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ച് അടച്ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കിയത്.
എൻ്റെ മകളും മകളുടെ കുഞ്ഞുമൊന്നും കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. ഔദ്യോഗിക യോഗത്തിൽ അവിടെ വേറെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ഒരു പിന്നെ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം കാണിച്ചത്. അത് പത്രക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, അവരോടൊപ്പം തന്നെ അവരും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മളൊരു പിന്നെ എം എം ഹസനെ അത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, പറഞ്ഞ് ശരിയാണോ തെറ്റാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു വിമർശനം വെച്ചാൽ വലിയ പ്രയാസം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ മക്കൾക്കാർക്കും ഇടത്തോട്ട് വലത്തോട്ട് തിരിയാനും പറ്റില്ല, പത്രക്കാരെ ആലോചിക്കേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഇവിടെയും കൂടാതെ നിങ്ങൾക്ക് ഒരു പത്രക്കാർക്ക് ഓരോന്ന് കൊടുക്കണ്ട. അത് തുടരും. അതും കൂടെ വെച്ചുകൊണ്ടുള്ള സീറ്റിൻ്റെ ഉണ്ടോടെ. കാര്യം വെച്ചാൽ നമുക്ക് മുൻപൊക്കെ ആണെങ്കിൽ ബേസിക്കായിട്ടുള്ള സീറ്റ് വെച്ചാണല്ലോ നമ്മൾ അഡ്മിഷൻ തുടങ്ങുന്നത്. ഇപ്രാവശ്യം ഞാനിത് അനൗൺസ് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത സീറ്റ് വെച്ച് അഡ്മിഷൻ തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. എന്തോ അങ്ങനെ എന്താണ് അതൊരു പ്രോസസ്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ചതിന് ശേഷം മതിയാകുന്നതാണ് എന്നാണ് ഉത്തരവ്. അതെന്തായാലും ഇപ്പോൾ അനുവദിച്ചതൊന്നും പുറകോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇത് റിലീസാക്കട്ടാ, പത്രക്കാർക്ക് എന്നുകൊണ്ട് തന്നെ ചെയ്യാം. ആരെങ്കിലും ഒരാൾ വരും. പിന്നെ പഠനമാണ് ലഹരി, നോ ടു ഡ്രഗ്സ്. ഒരു പത്രപ്രവർത്തക ആരാണ് വരാൻ കഴിയുന്നത്? ആരാ നിങ്ങളതിൻ്റെ പേര് പറഞ്ഞാൽ മതി. എനിക്ക് പേര് ഒരാൾ പറഞ്ഞു.